അങ്ങനെ ഭീതിയൊഴിയാതെ കണ്ണൂരിലെ ആറളം ഫാം പുനരധിവാസ മേഖല പ്രദേശത്ത് കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ രാത്രികാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. 10, 11, 13 ബ്ലോക്കുകളിലെ 7 ഇടങ്ങളിലാണ് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത്. പ്രദേശത്ത് RRT സംഘം സ്ഥിരമായി നിലയുറപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് ചേരുന്നത്. നിഖിൽ, ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവിടെയുള്ള ആളുകൾ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ആളുകൾക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകേണ്ടതുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ആളുകൾ കഴിയുമ്പോൾ അവർ ഏത് രീതിയിലാണ് ഇതിൽ പ്രതികരിക്കുന്നത്? അവർക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നത്? സ്വാതി, ഏതായാലും ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന നിലയിൽ േറെ കാട്ടാനകളാണ് ഈ മേഖലയിലാകെ തമ്പടിച്ച് ഇരിക്കുന്നത്. ഇവയിൽ ഈ ആനകളാണ് കൂട്ടത്തോടുകൂടി 3 ബ്ലോക്കുകളിലെ 7 ഇടങ്ങളിലായി ഇങ്ങനെ സ്ഥിരമായി വീടുകൾക്ക് ചുറ്റുമെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകൽ സമയങ്ങളിലാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഈ ആനകളെ പേടിച്ചാണെങ്കിലും പുറത്തിറങ്ങി അവരുടെ ജോലിക്കും മറ്റും പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഇവർക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത സാഹചര്യമാണ്. ഈ ആറളം ഫാം പുനരധിവാസ മേഖലയിലൊക്കെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമുകളൊന്നുമല്ല അവിടെ ഉള്ളത്. അവർക്ക് പുറത്ത് ആണ് ഈ ബാത്റൂം സൗകര്യമൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള പല വീടുകളിലും ആളുകൾക്ക് ബാത്റൂമുകളിൽ പോലും രാത്രി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അടക്കം അവിടെ രൂപപ്പെടുന്നു. ഈ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഒരു വീടിന്റെ സമീപത്ത് ഇത്തരത്തിൽ ആന എത്തി നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് ബ്ലോക്ക് 13-ലാണ്. അത് ബ്ലോക്ക് 13-ലെ കറുപ്പന്റെ വീടിന്റെ മുൻവശത്താണ് ഈ ആന ഇങ്ങനെ എത്തിയത്. നമുക്കറിയാം വീടിനോട് എത്ര അടുത്താണ് അത് നിൽക്കുന്നതെന്ന്. മറ്റ് മതിലുകളോ അല്ലെങ്കിൽ ഗേറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വീടുകളാണ് അവിടെ എല്ലാം ഉള്ളത്. അങ്ങനെ ഈ ആനകൾ ഈ രാത്രി എത്തി വീടിന് വളരെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. പലപ്പോഴും രാത്രി ഇവർക്കെതിരെ കാണാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ ആനയുടെ മുന്നിൽ പെടുന്നത്. അതൊക്കെ പേടിച്ചുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പ്രധാനമായും ഈ ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ഒട്ടുമിക്ക മേഖലകളിലും ഈ ആനയുടെ പ്രശ്നമുണ്ടെങ്കിലും 10, 11, 13 ബ്ലോക്കുകളിലാണ് ഇപ്പോൾ ഇത് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ RRT സംഘം സ്ഥിരമായി ഈ മേഖലയിൽ നിന്ന് ആനകളെ തുരത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആനകളെ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ എത്തിയാൽ അറിയിക്കാൻ വേണ്ടി RRT ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ടാക്കിയിരുന്നു. ആ നമ്പറിലേക്ക് നിരന്തരം മെസ്സേജുകൾ എത്തുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ RRT സംഘം സ്ഥിരമായി ഒരു മേഖലയിൽ നിലയുറപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. പലപ്പോഴും ഒരു മേഖലയിലെ ആനയെ തുരത്തുമ്പോഴായിരിക്കും തൊട്ടടുത്ത മേഖലയിൽ നിന്ന് വീണ്ടും ആനയെ കണ്ടതായുള്ള വിവരം വരുന്നത്. അങ്ങനെ RRTക്കും വലിയൊരു പ്രതിസന്ധിയായി മാറുന്ന ആറളം ഫാം ഒക്കെ കാര്യങ്ങൾ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അവിടെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നടക്കുന്നത് ആനമതിലിന്റെ നിർമ്മാണമാണ്. പക്ഷേ ആ നിർമ്മാണം ഇപ്പോഴും ഒരു കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. 10.5 കിലോമീറ്ററോളം നീളത്തിൽ നിർമ്മിക്കേണ്ട ആനമതിലാണ്. അതിന്റെ 3 കിലോമീറ്ററിനടുത്ത് മാത്രമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അതിന്റെ പണിയും വളരെ പതുക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഈ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ പലയിടങ്ങളിലും സ്ഥാപിച്ചെങ്കിൽ പോലും അതിന് കൃത്യമായി ഈ ആനകൾ ഫാമിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധ സംവിധാനം ഇപ്പോഴും രൂപപ്പെടാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും ആവാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയ വാർത്തകളിൽ പറഞ്ഞതുപോലെ ഈ അതിരാവിലെ ജോലിക്ക് പോകുന്ന ആളുകളാണ് മറ്റൊന്ന് ഈ ആനകൾ ഇങ്ങനെ തമ്പടിച്ചത് മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിൽ തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. അവർക്ക് പുറത്തിറങ്ങി പുലർച്ചെ സമയത്ത് റബ്ബർ ടാപ്പിംഗ് നടത്താനാവാത്ത ഒരു അവസ്ഥയാണ്. പലരും വളരെ വൈകി ഈ ടാപ്പിംഗ് ജോലികൾക്കായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ഇപ്പോൾ കശുമാങ്ങയുടെ സീസൺ ആവുകയാണ്. ആറളം ഫാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗം കൂടിയാണത്. അവിടേക്ക് ആളുകൾക്ക് ജോലിക്ക് പോകാനാവാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ കശുമാവിൻ തോട്ടത്തിലൊക്കെ ആനകൾ വന്ന് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്നായിരിക്കും ഇവ
ആളുകളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധി അവിടെ നേരിടുകയാണ്. പക്ഷെ ഇതിന് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. ജനങ്ങളാണെങ്കിൽ പരാതി പറഞ്ഞ് മടുത്തു. ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം അവർ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന് പരിഹാരം എന്ന കാര്യത്തിൽ അവർക്കും ഒരു ഉറപ്പുമില്ല. അവർക്ക് ആരും ഒരു ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. വളരെ വലിയ ഭീതിയിലേക്കാണ് ആറളം ഫാം പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതുതന്നെയാണ് നിഖിൽ. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ജനങ്ങൾ അവിടെ കടന്നു പോകുന്നത്. എന്നാൽ ഇത്രയും വേഗം തന്നെ ഈ കാട്ടാനകളെ അവിടെ നിന്നും തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.